ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ, റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പാലക്കാടാണ് ഉള്ളത്, അനിയത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല അടിപൊളി ഒരു മയിലൊക്കെ വന്നു കേട്ടോ, ആൺമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പിള്ളേരെല്ലാം കൂടെ അലറി വിളിച്ച് അത് അങ്ങോട്ട് പോയിട്ട് അവർ വിളിച്ച് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിച്ചണിലായിരുന്നു ആ സമയത്താണ് മയിൽ വന്നേക്കണമാന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വന്ന് വേഗം വീഡിയോ എടുത്താണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആൺമയിലാണ്, ആൺമയിലിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെയാണെങ്കിൽ ഇതാ അവിടെ പിള്ളേരൊക്കെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. പിള്ളേർ ഇതാ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അപ്പോൾ അതിനകത്തിരുന്ന് ഊഞ്ഞാലാടുകയാണ് കേട്ടോ അവർ. ഇതാ ഊഞ്ഞാലൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. ആമിയല്ല, ഐഷയും ഫൈസിയാണ് കേട്ടോ ഊഞ്ഞാലാടുന്നത്. അപ്പോൾ ആമി അപ്പുറത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇവരുമായിട്ട് എപ്പോഴും കളി. പാച്ചുൻ്റെ ആണെങ്കിൽ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് പാച്ചു, അനിയത്തിയുടെ പിള്ളേരാണ് കേട്ടോ. ഇവനക്കാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടില്ല, ഓണം കഴിഞ്ഞിട്ടാണ് എക്സാം. അവനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടുമില്ല കേട്ടോ. അവനക്കാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഓക്കെ ആയത്. ഭയങ്കര പനിയും ശരീരമൊക്കെ ചൊറിച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇതാ എന്നിട്ട് പിന്നെ ഇതാ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കാൻ കേട്ടോ. ആമി ഭയങ്കര ഓട്ടമൊക്കെയാണ്. ഫുട്ബോളല്ല, അതപ്പോൾ സൈക്കിളാണ് കേട്ടോ ഓടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഇപ്പോൾ റിയാക്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഇടയിൽ എനിക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ അത് അങ്ങ് ഇതായി പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണം. ശരി, ഇടയ്ക്ക് വരുന്നില്ല. ഇതാണെങ്കിൽ സൈഡായിട്ടല്ല കേട്ടോ എടുത്തത്. ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ചെറുതായി പോയിട്ടാണ് വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഇഷയാണെങ്കിൽ സൈക്കിൾ ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ വലിയ സൈക്കിളല്ല, അപ്പോൾ അത് ആമയുടെ സൈക്കിളായതുകൊണ്ട് ഇവൾക്ക് കാലെത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ചെറിയ സൈക്കിളായപ്പോൾ അവൾ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ അവൾ ഓടിക്കുന്നുണ്ട്. അതാ പിന്നെ അടുത്തത് ഇതാ ഫുട്ബോൾ കളിക്കണം. ആമിയും അതുപോലെ പാച്ചും കൂടെ ഫൈസിയും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. അവിടെ വന്നിട്ട് റെസ്റ്റേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലായിരിക്കും ഓരോ അസുഖങ്ങൾ വരിക, പനി, ചുമ, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ എനിക്കെന്തോ 2-3 ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോകളൊന്നും ആയിട്ട് വരാതിരുന്നത്. കുറേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ മൂഡ് ശരിയല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം ഓക്കെ ആയിട്ട് ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ വിഷമങ്ങളും ഇതൊന്നും ഓർത്ത് നമ്മൾ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു ലൈഫ് എന്ന് പറയുമ്പോൾ വിഷമങ്ങളും വരും, അതുപോലെ സന്തോഷങ്ങൾ വരും. എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എപ്പോഴും സന്തോഷമായിട്ടിരുന്ന് അതൊരു ഇതാവില്ലല്ലോ, ലൈഫ് ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. വെറുതെ നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ട് വെറുതെ കാര്യമില്ലല്ലോ. നമ്മളെ ഹാപ്പി ആയിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ ചില സാഹചര്യത്തിൽ നമുക്ക് പിരിയേണ്ടി വരും. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എങ്കിലും നല്ല നല്ല ഓർമ്മകൾ തന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയുക, ഒഴിവാക്കേണ്ടി വരുന്ന കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. നമുക്ക് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ട് പാതി വഴിയിൽ വെച്ച് നമുക്ക് പിരിയേണ്ടി വരും. എന്തായാലും അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും, എല്ലാ സുഹൃത്തുക്കളോടും. എനിക്ക് എന്തൊരു വിഷമം വന്നാലും എന്താ പറയുക, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ട്. അവർ വന്ന് ചേച്ചി പോട്ടെ, അല്ലെങ്കിൽ ഇത്താത്ത പോട്ടെ, ശരി, അതെല്ലാം ഓക്കെ ആവും, എടാ വിഷമിക്കേണ്ട, എടി വിഷമിക്കേണ്ട എന്നൊക്കെ പറയാൻ കുറേ സുഹൃത്തുക്കളുണ്ട്. അത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷമാണ് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഡള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരുന്നു. പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അനിയത്തി ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു. പുറത്ത് പോയിട്ട് ഇതാ കുറച്ച് ഇതായിട്ട് 5 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് ഇതായിട്ട് മങ്ങിയിട്ടുണ്ടായിരുന്നു, ഇരുട്ടായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നല്ല വെള്ളവും അതുപോലെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണത്. നല്ല സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് കേട്ടോ. ഞങ്ങൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 സൈഡും നെൽപ്പാടങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ വീടിൻ്റെ തന്നെ കുറച്ച് അപ്പുറത്തേക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ഇരുട്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും കഴിഞ്ഞില്ല. ഞാനും മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അനിയത്തീൻ്റെ ഇപ്പോൾ ഡെലിവറി ടൈം ആയില്ല. അവളിപ്പോൾ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. 2 ഡെലിവറിക്കും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇതിൽ നമുക്ക് എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ പാടത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പറ്റിയില്ല. ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മഴയാണല്ലോ, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് താഴോട്ട് അവൾക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, വയറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി. എന്തായാലും വീട്ടിൽ നിന്ന് ആ സമയത്ത് എടുത്തിട്ട് പോയത് നന്നായിട്ടാണ്. പുറത്തുനിന്ന് ഒറ്റ ഫോട്ടോസ് പോലും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ഇതായിരുന്നു. ഒരുപാടൊന്നും പോകാനും പറ്റിയില്ല.
പിള്ളേരെയും കൊണ്ടൊക്കെ ഒരുപാട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൾക്കും യാത്ര ചെയ്യാനും അത്രയൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് യാത്രയൊന്നും ചെയ്തില്ല. കുറച്ചൊന്ന് പോയി പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വരികയാണ് ചെയ്തത്. ഞങ്ങൾ പിന്നെ കുബൂസും അൽഫാമുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വരികയാണ് ചെയ്തത്. ഞങ്ങൾ പിന്നെ ഓണം ആയതുകൊണ്ട് പിന്നെ സാരിയൊക്കെ ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അനിയത്തിയൊക്കെ സാരി ഉടുത്തു. അപ്പോൾ അവൾക്കും മോം ടു ബി ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒന്നും ചെയ്തില്ല. ചെറിയ രീതിയിലൊരു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓണം ആയതുകൊണ്ട് തന്നെ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ സൺഡേ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോം ടു ബി എന്നുള്ള ആ ഒരു ഇതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അല്ലാതെ തന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് ആ ഫുഡൊക്കെ വന്നു, എല്ലാവരും കഴിക്കാൻ കേട്ടോ. ആമിക്ക് ഇഷയ്ക്ക് പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചുറ്റുമുള്ളതൊന്നും കാണില്ല, അടിച്ച് മിന്നുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരും അതാ കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ സമയത്ത് ഒരു 6:30-7 മണി ടൈമേ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അപ്പോൾ പിന്നെ രാവിലെ ഓണപ്പാട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇഷതാ ഇപ്പോൾ ഊഞ്ഞാലിരുന്ന് ഓണപ്പാട്ടൊക്കെ പാടിയിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും പോകുന്നതിന് മുമ്പ് ഹോം ടൂറായിട്ട് വരാം കേട്ടോ. ഇത് പുറത്തെ കുറച്ച് കാഴ്ചകളാണ്, വീടിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് ഇത് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിള്ളേരും ബഹളവും പണിയും ഓരോ തിരക്കുകളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇത് ഉച്ച കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി ടൗണിലൊക്കെ പോയി വന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ജസ്റ്റ് അങ്ങനെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്രയേ ഉള്ളൂ. ഇതാണ് അനിയത്തി കേട്ടോ. അനിയത്തിയാണ്. ഇപ്പോൾ എന്തായാലും ഡെലിവറി ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം എന്തായാലും നല്ലൊരു കുഞ്ഞുവാവ വരും ഇൻഷാ അല്ലാ. ഒരു 2 ആൺപിള്ളേരാണ്. അപ്പോൾ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അള്ളാഹ് തരുന്നതാണ്, നമ്മൾക്ക് എന്താണെങ്കിലും സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, അനിയത്തിക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഇവർക്ക് എത്ര കളിച്ചാലും മതിയാവില്ല കേട്ടോ. പിന്നെയും കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാ ഓടിച്ചാടി കളിച്ച് അവിടെ നിന്നൊക്കെ ഇറങ്ങി കളിക്കും പിടിക്കുകയൊക്കെ ചെയ്താണ്. എന്നിട്ടും കളി മതിയായിട്ടില്ല, പിന്നെയും കളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചില്ലേ വന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ പോണതിന് മുമ്പേ എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അനിയത്തിയും ഫാമിലി കേട്ടോ. അനിയത്തി 2 പിള്ളേർ പിന്നെ ഹസ്ബൻഡ്. ഇതാണ് അനിയത്തിയുടെ ഫാമിലി, ഇവരുടെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവർ ഇതുവരെ ഫാമിലിയായിട്ട് ഫോട്ടോസേ എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊന്നും ഫോട്ടോസേ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുപ്പിച്ചതാണ് കേട്ടോ. ആമിയൊക്കെ വയറിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്, റസാക്കും ആമിയും അതുപോലെ പാച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഫൈസിയാണെങ്കിൽ വന്നേ ഇല്ല കേട്ടോ. അവനക്ക് ഭയങ്കര മടിയാണ്. അവനക്ക് കുഞ്ഞുവാവെന്ന് പറയുമ്പോൾ അവനക്ക് എന്താ, അവനും ചെറുതാണ്, അവനക്കും അത്ര വയസ്സായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവനക്ക് ഭയങ്കര ഒരു ഇതായിട്ടാണ് ഇട്ടായിരിക്കുന്നത്. ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടൊന്നും അവൻ ഉമ്മ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അത് ആമീഷൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഞാനും കുറച്ചൊക്കെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെറിയൊരു വ്ളോഗായിട്ട് വന്നതാണ്. ഇനി എന്തായാലും ഹോം ടൂർ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക. അനിയത്തിക്ക് ഒരു പ്രശ്നവും കൂടാതെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയാണല്ലോ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അവൾക്ക് നോർമൽ ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല, രണ്ടും സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് ഇതും സിസേറിയൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഞാനും നിങ്ങളെല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.